പ്രിയമുള്ളവരെ, ടീച്ചറുടെ നല്ല വാക്കുകൾക്ക് നന്ദി. എനിക്ക് കിതാബ് എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം, കിതാബ് എന്ന് പറയുന്നത് നമുക്കറിയാം ഭാഷാർത്ഥത്തിൽ പുസ്തകം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പുസ്തകത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. വായിക്കുകയും വായിക്കപ്പെടുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അത് ജീവിതത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും പുസ്തകമാണ്, സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുസ്തകമാണ്, കൂടിച്ചേരലിൻ്റെയും ഒത്തുചേരലിൻ്റെയും ചേർത്തുപിടിക്കലിൻ്റെയും പുസ്തകമാണ്. അങ്ങനെ ഒരു നാടിൻ്റെ പുസ്തകമായി കിതാബ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം, ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഒരു സമൂഹത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു സംവിധാനത്തിൻ്റെ അടിത്തൂൺ എന്ന് പറയുന്നത്. മഹാനായ നെപ്പോളിയൻ ദി ബൊണാപ്പോർട്ട് എന്ന് പറയപ്പെടുന്ന ഭരണാധികാരി, നമുക്കറിയാം ലോകം കീഴടക്കിയ വലിയ സൈന്യാധിപനായിരുന്ന നെപ്പോളിയൻ ദി ബൊണാപ്പോർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ആയുധബലത്തിനപ്പുറത്ത് തൻ്റെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് ഉത്തമരായിട്ടുള്ള കുറേ സ്ത്രീകളെ തരൂ, അമ്മമാരെ തരൂ, ഞാനൊരു സംസ്കാരത്തെയും അതുപോലെ തന്നെ ജനതയും വാർത്തെടുക്കാമെന്നാണ്. കാരണം ഓരോ ജനതയും സംസ്കാര സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ സമൃദ്ധിയിലൂടെ വളർന്നു വരുന്നത് നമ്മുടെ അമ്മമാരിൽ നിന്നാണ്, സ്ത്രീകളിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ചുറ്റുപാട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ്. ലഹരി ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് അതുണ്ടാക്കുന്ന അക്രമസംബന്ധമായിട്ടുള്ള വീടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അമ്മമാർ അല്ലെങ്കിൽ നമ്മൾ സഹോദരിമാർ ഒരുമിച്ച് ചേരുന്നത്. പലപ്പോഴും വിശുദ്ധമായിട്ടുള്ള ഖുർആൻ ഉൾപ്പെടെയുള്ള തിരുസുന്നത്തുകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മുടെ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറയുമ്പോൾ അമ്മയുടെയോ സഹോദരിയുടെയോ കാല് പൊന്തിച്ച് നോക്കിയിട്ട് സ്വർഗമുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കവിടെ സ്വർഗമൊന്നും കാണാൻ പറ്റില്ല. നടന്നു കീറിയ കാലുകളിലെ വെണ്ട് കീറിയ അല്ലെങ്കിൽ നിർജീവമായ ഒരവസ്ഥ മാത്രമാണ്. പക്ഷെ കാലുകളിൻ്റെ അടിയിലാണ് അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന ഒരു സിംബോളിക്കാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ്റെ സകല ആരാധനകളും സ്വീകരിക്കപ്പെടുന്നത്, ദൈവത്തിലേക്കുള്ള അവൻ്റെ സകല ആരാധനകളും സ്വീകരിക്കപ്പെടുന്നത് സ്വന്തം മാതാവിനോടും പിതാവിനോടും അല്ലെങ്കിൽ രക്ഷകർത്താക്കളോടും നല്ലപോലെ പെരുമാറുന്ന മനുഷ്യന് മാത്രമേ തൻ്റെ ആരാധനകൾ ദൈവം സ്വീകരിക്കൂ എന്നുള്ള അടിസ്ഥാനപരമായ വാക്കാണത്. നിങ്ങൾ 5 നേരം പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോഴും ദൈവത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിനോട് അത്രമേൽ അടുക്കുമ്പോഴും ആ അടുപ്പം ദൈവം സ്വീകരിക്കപ്പെടുന്നത് സ്വന്തം അമ്മയെ, സ്വന്തം മാതാവിനെ നിങ്ങൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. ആ മാതാവിൻ്റെ ഗണത്തിൽ നമ്മുടെ അമ്മായിയമ്മയും വരുമെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. സ്വർഗമെന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ കാൽക്കീഴിൽ മാത്രമല്ല, ഭർത്താവിൻ്റെ ഉമ്മയുടെ കാൽക്കീഴിലും സ്വർഗമുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലപ്പോഴും പലരുടെയും ധാരണ ഈ അമ്മായിയമ്മ അതിൻ്റെ അടിയിലുള്ള കാൽക്കീഴിൽ സ്വർഗമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് അതേ അമ്മയെ, അതേ മാതാവിനെ ലഹരിക്കടിമപ്പെട്ട് കുത്തിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന മതബോധത്തിൻ്റെ, സാംസ്കാരിക ബോധത്തിൻ്റെ, ധാർമ്മിക ചിന്തയുടെ അടിത്തറ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പോലും സ്വന്തം മാതാവിനോട് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിലെ വക്താക്കൾ, അതിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യർ എന്തുകൊണ്ടാണ് സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ ഇങ്ങനെ കുത്തിക്കൊല്ലുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ലഹരി ഉണ്ടാക്കുന്ന അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കൊക്കെ അറിയാം, ലഹരി കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ നാട്ടിലുള്ള പെത്തഡിനെ കുറിച്ചോ അല്ലെങ്കിൽ MDMA കുറിച്ചോ അതല്ലെങ്കിൽ കഞ്ചാവിനെ കുറിച്ചോ കള്ളിനെ കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ ചിലരുടെയൊക്കെ ധാരണ, ഇത് എൻ്റെ വീട്ടിലില്ലല്ലോ, എൻ്റെ മക്കൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മക്കൾ, ആ പ്രായത്തിലുള്ള മക്കളില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആത്മസായുജ്യം അടിയുന്ന അമ്മമാരുണ്ട്. പ്രിയമുള്ളവരെ, അത് തെറ്റായൊരു ധാരണയാണ്. ഇത് നമ്മുടെ വീട്ടിലേക്കും വരാൻ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോവുക എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു സാമൂഹ്യ വിപത്തുണ്ടാക്കുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
നമുക്കറിയാം രക്ഷിതാക്കൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു രക്ഷിതാക്കൾ നേരിടുന്നതെന്ന് മാത്രമല്ല, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു രക്ഷിതാക്കൾ. നമ്മളോട് ആരോന്ന് പറയാം, മകൻ നിങ്ങളുടെ മോനെ ഇങ്ങനെ രാത്രി അർദ്ധരാത്രി ഇങ്ങനെ പിന്നെ അങ്ങാടിയിലൊക്കെ അലിഞ്ഞു ചേർന്ന് നടക്കുന്നുണ്ട്, അവൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ വലിയ ശരിയില്ല, നിങ്ങളൊന്ന് അവനെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷൗട്ട് ചെയ്യാൻ പറയാ, എൻ്റെ മോനോ, ഞാൻ അങ്ങനെയല്ല അവനെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മുൻവിധിയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം എടുത്തു മാറ്റേണ്ടത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കാതെ അയൽവക്കത്തെ കുട്ടിയല്ലേ, തൊട്ടടുത്ത കുട്ടിയല്ലേ, അല്ല, ഓരോ കുട്ടിയും സ്വന്തം കുട്ടിയായി മാറുന്നിടത്ത് ചിന്തിക്കുന്നിടത്താണ് ഈ സമൂഹത്തിനെതിരെയുള്ള ഈ ഒരു തിന്മക്കെതിരെയുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതെൻ്റെ വീടിൻ്റെ പ്രശ്നമല്ല, ഒരു സമൂഹത്തിൻ്റെ, നാടിൻ്റെ, രാജ്യത്തിൻ്റെ നാളെയുടെ വാഗ്ദാനമായി നിൽക്കുന്ന കുട്ടികൾ ഓരോരുത്തരും ഇങ്ങനെ പല രീതിയിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമകളായി പോകുമ്പോൾ നഷ്ടമാവുന്നത് നമ്മുടെ ബോധം മാത്രമല്ല, നമ്മുടെ എല്ലാ തരത്തിലുള്ള ഭാവി കൂടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ലഹരി കടന്നു വരുന്നത്. ഇതാണ് ഓരോ അമ്മമാരും ആദ്യം തിരിച്ചറിഞ്ഞത്, എങ്ങനെയാണ് ലഹരി എത്തിപ്പെടുന്നത്. അവിടെയാണ് സൂത്രശാലികളായ കൗശലക്കാരായ ഈ ലഹരി വിപണി അല്ലെങ്കിൽ ലഹരി വിപണി കൈയടക്കുന്ന അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഒരു രീതി മനസ്സിലാക്കണം. പല കുട്ടികളും ഇന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിഷ്കളങ്കരായ നമ്മുടെ മക്കൾ, പെൺകുട്ടികൾ നോക്കൂ, 16% കലാലയങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ, ഇത് ആൺകുട്ടികൾ മാത്രം ഉപയോഗിക്കുന്നു എന്നല്ല. ഞാൻ ഈ അടുത്ത് ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് ഒരു പെൺകുട്ടിയുടെ അനുഭവ കഥ കേട്ട് ഞെട്ടിപ്പോയി. ഈ കുട്ടി കല്യാണം കഴിച്ച് വന്ന ദിവസം മുതൽക്ക് കയ്യിലൊരു വാനിറ്റി ബാഗ് ഉണ്ട്. അടുക്കളയിൽ പോകുന്ന സമയത്തും അതുപോലെ തന്നെ പിന്നാമ്പുറത്ത് പോകുമ്പോഴൊക്കെ ഫസ്റ്റിലെ ദിവസം തന്നെ കുട്ടിയുടെ കയ്യിൽ ഒരു ബാഗ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള പുയ്യാപ്പിളുടെ മോയൊക്കെ ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇങ്ങനെ വന്നു കയറി ഉടനെ ഇത്ര ബാഗുമായിട്ട് നടക്കുന്നത്, ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ലല്ലോ. രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴുണ്ട് ബാഗ് കയ്യിൽ. നോക്കുമ്പം 3-4 ദിവസം കഴിയുമ്പോൾ മനസ്സിലായി ആ കുട്ടി ഷീസ് എൻ അഡിക്റ്റ്, ആ കുട്ടി മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന് അവർ തിരിച്ചറിയാം. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അപ്പോൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഈ ലഹരി വ്യാപകമാകുന്നത് എന്ന് ആദ്യം പഠിക്കുക. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മളൊക്കെ മണി ചെയിൻ മാതിരിയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. മണി ചെയിൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കനായ ഒരു കുട്ടിയായിരിക്കും. അവന് സൗഹൃദങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, ചുറ്റുവട്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ ആദ്യം ചെന്നിട്ട് ഈ കുട്ടിയോട് പറയും, മോനെ ഇങ്ങനെ ഒരു ചെറിയ സാധനം നിനക്ക് തരാം, എൻ്റെ പഠനത്തിൽ നിനക്ക് മികവുണ്ടാവും, നീ വലിയ രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് വരും, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനന്ദമുണ്ടാവും, നമുക്ക് ആളുകളെയൊക്കെ ഒരു ഉന്മേഷമുണ്ടാവും, പ്രസരിപ്പുണ്ടാവും, നീ അതുമാത്രമല്ല ആളുകളൊക്കെ വരുമ്പോൾ നിന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സില്ലേ, നീ ഒന്നുമല്ല എന്നുള്ള തോന്നലൊക്കെ ഒഴിവാക്കി എല്ലാ തരത്തിലും നിനക്കൊരു മുൻഗണനയുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ ഇങ്ങനെ പിരികേറ്റിയിരിക്കും. ഈ പാവം പയ്യനായിരിക്കും നിങ്ങൾ പറയും പോലെ നമസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അമ്പലങ്ങളിൽ പോകുന്ന, അല്ലെങ്കിൽ അച്ഛനും അമ്മയും സ്വന്തം ഉമ്മയും ഉപ്പയും ഒക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ച് നമ്മളോടൊപ്പം കളിത്തമാശകൾ പറയുന്ന, നമ്മുടേതെന്ന് കരുതുന്ന, ഏറ്റവും പ്രാർത്ഥിക്കാൻ നമ്മൾ വേണ്ടി കാത്തിരിക്കുന്ന നിഷ്കളങ്കനായ ഒരു മക്കളായിരിക്കും.